ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ചാല മാർക്കറ്റിൽ നിന്ന് വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓണം വെക്കേഷൻ 10 ദിവസമാണ്. ഇപ്പോൾ ഈ ഉത്രാടത്തിന് മുമ്പ്, തിരുവോണത്തിന് മുമ്പെയൊക്കെ ദിവസങ്ങൾ നമുക്ക് അവധിയായി കിട്ടുന്നുണ്ട്. അത്തം 1 മുതൽ ഒരുങ്ങാനും തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയൊക്കെ ഉള്ള ദിനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരുക്കം അവസാന നിമിഷങ്ങളിലേക്ക്, ഉത്രാടത്തിലേക്ക് നീട്ടിവെക്കും. അത് പക്ഷേ നമ്മുടെ വീഴ്ചയല്ല, അതാ ഓണത്തിൻ്റെ ഒരു ഓളവും ലഹരിയുമാണ്. ആ ലഹരിയിൽ അമർന്നിരിക്കുന്നു നാടും നഗരവും വീഥികളെങ്ങും. തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ച എങ്ങനെയാണ് വിജയൻ? സൈഫുദ്ദീൻ, എന്തായാലും ആ ഓളം പൂർണ്ണമായും മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നു. അതുതന്നെയാണ് തിരുവനന്തപുരത്ത് ഈ ചാല മാർക്കറ്റിലൊക്കെ കാണാൻ കഴിയുന്നത്. ഉത്രാടപ്പാച്ചിലിൻ്റെ അവസാന ഒരുക്കങ്ങളിലേക്ക് പൂർണ്ണമായും മലയാളികൾ കടന്നിട്ടുണ്ട്. ഈ ചാല മാർക്കറ്റിലൊക്കെ വലിയ തിരക്കാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കാലം നമുക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു, കോവിഡിൻ്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വയനാടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ, സർക്കാർ പരിപാടികൾ ഒക്കെ ഒഴിവാക്കിയിരുന്നു. അതിനുശേഷം ഈ വലിയ ആഘോഷം, ഓണത്തെ മതനിരപേക്ഷതയുടെ ഒരു വലിയ ആഘോഷമായി, മതസാഹോദര്യത്തിൻ്റെ ഒരു ആഘോഷമായി ഒക്കെ മലയാളികൾ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാന ദിവസത്തേക്ക് ഇതൊക്കെ മാറ്റിവെക്കുന്നത് സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ അത് ഒരു അവസാനത്തെ ഒരു മിനുക്കുപണി, അവസാനം എങ്ങനെ ഓണം പൂർണ്ണമായും ആഘോഷിക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറ്റിവെക്കുന്നത്. അത് കാലങ്ങളായി നമ്മൾ മലയാളികളൊക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കീഴ്വഴക്കമാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം, ഇത് ഇപ്പോൾ ഈ പൂക്കടയിലേക്ക് തിരക്ക് കാണാം. അതിൻ്റെ ഈ പണത്തിൻ്റെ കാര്യമൊക്കെ എടുത്ത് മാറ്റിവെച്ചാൽ അവരൊക്കെ തിരുവോണത്തെ വരവേൽക്കാനായി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. എന്തായാലും ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ കൂടെ രാവിലെ മുതൽ നമുക്കൊപ്പം പാഞ്ഞ സനിസ ഉണ്ട് ഇവിടെ. സനിസയോട് ചോദിക്കാൻ രാവിലെ മുതലുള്ള വിവരങ്ങൾ എന്താണെന്ന്. സനിസ, എങ്ങനെയുണ്ട്? ആളുകൾ എങ്ങനെയാണ് ഈ ഉത്രാടപ്പാച്ചിലിനെ ഏറ്റെടുത്തത്? ഒപ്പം തന്നെ മാർക്കറ്റിലെ കമ്പോള വിലയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ സാധാരണക്കാരന് ഈ ഓണം ആഘോഷിക്കണമെങ്കിൽ ഈ പണം ഒരു പ്രധാന പ്രശ്നമാണ്. എങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്? ഒപ്പം തന്നെ കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ്? വിജിൻ, ഇന്നലെ തന്നെ നമ്മൾ ഈ ഉത്രാടപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് ഈ ചാലയിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം രാധാകൃഷ്ണേട്ടൻ്റെ കടയാണ്. എന്താ പറയേണ്ടത്, ഈ ചാല മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും വില കുറച്ചാണ് ലഭിക്കുന്നത്. നമ്മുടെ സ്വന്തം രാധാകൃഷ്ണേട്ടനാണ്. ഇന്നലെ പുള്ളിക്കാരൻ നമ്മളോട് പരിഭവം പറഞ്ഞായിരുന്നു, ഇന്നലെ തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇന്ന് ഉത്രാടപ്പാച്ചിലിന് വൈകുന്നേരത്തോടെ ഇവിടെ കച്ചവടം പൊടിപൊടിക്കുമെന്ന്. എന്താ ഇപ്പം മൂപ്പർക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഉത്രാടത്തിൻ്റെ തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നല്ല രീതിയിലുള്ള ബിസിനസ് നടന്നു വരികയാണ്. എല്ലാവരും തിരക്കുണ്ട്. സാധാരണക്കാരുടെ മാർക്കറ്റായ ചാലയിൽ സാധാരണക്കാർ വന്ന് വാങ്ങിക്കുന്ന ഇടമാണ് ചാല മാർക്കറ്റ്. വലിയ വലിയ മാളുകളിൽ പോകുന്നവരെക്കാൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വന്ന് വാങ്ങുന്നതും ഏറ്റവും വില കുറച്ച് വാങ്ങുന്നതും ചാല മാർക്കറ്റിൽ സാധാരണപ്പെട്ട ജനങ്ങളാണ്. അവരുടെ തിരക്ക് ഗണ്യമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തിരക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. തിരുവോണത്തിന് വരവേൽക്കാനായിട്ട് നാടും നരകവും ഒക്കെ ഒഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഉത്രാടത്തിന് നല്ല തിരക്ക് അനുഭവപ്പെടുന്നില്ലേ? എന്തായിരുന്നാലും ആൾക്കൂട്ടം ഉള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. അതെ, ഇതേ ഉത്രാടത്തിന് ഇവിടെ പൂക്കളൊക്കെ വളരെ വിലക്കുറവിലാണ്. പൊതുവെ ഉള്ളതിനെക്കാട്ടിലും വിലക്കുറവിലാണ് ഇവിടെ പൂക്കളൊക്കെ നൽകുന്നത് വിജിൻ. അത് മാത്രമല്ല, ഇവിടെ കൂടുതൽ ആൾക്കാർ എത്തുന്നത്, ഇത്തരം ചന്തകളിലൊക്കെ കൂടുതൽ ആൾക്കാർ എത്തുന്നത് ഇവിടുത്തെ വിലക്കുറവ് കൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, പൂക്കൾ മുതൽ റെഡിമെയ്ഡ് പൂക്കളം വരെ എല്ലാം, വസ്ത്രം എല്ലാം ലഭിക്കും. നമുക്ക് ഈ കച്ചവടക്കാരോട് മാത്രം ചോദിച്ചാൽ പോരല്ലോ അല്ലേ? നമുക്ക് ഈ ആളുകൾ വാങ്ങിക്കാൻ വന്ന ആളുകളുടെ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഒരു അനുഭവം എന്തൊക്കെയാണെന്നൊക്കെ അറിയണ്ടേ? എങ്ങനെയുണ്ട് ചേച്ചി, പൂവൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞോ? അടിപൊളിയാണ്. നല്ല വേണം. വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ വളരെ കുറവാണ്. ആളുകളൊക്കെ എന്താ പറയുന്നത്? ആളുകളൊക്കെ നല്ല അഭിപ്രായമാണ്. എല്ലാവരും സന്തോഷത്തോടെയാണ് പോകണം. ഹാപ്പിയാണ്. മഴയൊന്നുമില്ലല്ലോ. ഇത്തവണത്തെ ഓണം കളറാണ്, വൈബാണ്. കളർ വൈബാണ്. അതെ, അടിപൊളിയാണ്. സൂപ്പർ ഓണം. എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളി തന്നെ. വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ ഒരുവിധം ന്യായമായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരും നമുക്ക് തുണി എടുത്ത് തന്നാണ്ട. അതെ, ഇപ്പൊ എനിക്ക് എടുക്കാൻ പൈസ ഇല്ലാതിരുന്ന ഒരാൾ വാങ്ങിച്ചപ്പോൾ തുണി എടുത്ത് സൈഫുദ്ദീൻ, ഇത് ഈ അമ്മയ്ക്ക് മറ്റൊരാള് ഓണസമ്മാനമായി കൊടുത്ത ഉടവയാണ്. അതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണിച്ചു തരുന്നത്. വിലക്കുറവ് ഓണക്കോടി കിട്ടിയതിന്റെ സമ്മാനം നൽകിയെന്നവരോട് ചോദിക്കും. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. ആര് തന്ന സമ്മാനം ഇത്? ഇത്
അത് പറ്റിയാണ്. ഇതേപോലെ ഒരു കൊച്ചിന്ന് ഒരു തള്ളയും കൂടെ വന്ന് നമ്മളെ ഗണപതി കോവിലിൻ്റെ അടുത്ത് നിന്ന് എടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്തിട്ടങ്ങ് വെച്ച്. അപ്പോൾ മോളെ എട്, അപ്പോൾ അവരും പറഞ്ഞ് മോളും പറഞ്ഞ് എടുക്കാൻ പറഞ്ഞ് തള്ളയും മോളും കൂടെ എനിക്ക് വാങ്ങിച്ചു തന്ന സമ്മാനം. നാളെ ഈ സാരിയാണോ കൊടുക്കുക? ഇത് അമ്പലത്തിൽ കൊടുക്കാൻ എനിക്ക് അന്നേരം ഞാൻ കൊടുക്കും. എന്താ ശിവൻ കോവിലേക്ക് ഞാൻ പോയിന് വന്നതാ, അപ്പോഴാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. സൈഫുദ്ദീൻ ആരാണ് എന്ന് അവര് പൂവും ഫ്രീ ആയിട്ടാണ് കൊടുക്കാൻ പോണത്. സൈഫുദ്ദീൻ തീർച്ചയായും ഈ ഉത്രാടപ്പാച്ചിലിന് ഇതിലും മനോഹരമായ ഒരു നിമിഷം ആരാണെന്ന് അറിയാത്ത ഇനിയില്ല, ഒരാള് വിജിൻ. സമ്മാനം തീർച്ചയായും അമ്മയ്ക്ക് ആരാണ് ഈ സമ്മാനം നൽകിയത്, ഓണപ്പുടവ നൽകിയതൊന്നും അറിയില്ല. പക്ഷേ ആരോ ഒരു അമ്മയും മകളും വന്ന് സമ്മാനിച്ച ഈ വസ്ത്രമാണ് ഈ കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു പൂവും സമ്മാനമായി സൗജന്യമായി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഓണം, ഇതാണ് നമ്മുടെ സാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകം എന്ന് പറയുന്നത്. നമ്മൾ മലയാളികൾ എല്ലാ കാലത്തും പിന്തുടർന്നു പോകുന്ന ഒരു വലിയ തരത്തിലുള്ള അനുഷ്ഠാനം, അത് ആ സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു സ്നേഹവായ്പിൻ്റെ ഒക്കെ പ്രതീകമായി മാറുന്നതാണ് നമ്മൾ ഒക്കെ ഇവിടെ കാണുന്നത്. ചേട്ടാ എങ്ങനെയുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? നല്ല തിരക്കുണ്ട്. മലയാളമല്ല, എവിടുത്തെ കാരനാ? രാജസ്ഥാനാണ്. ഓണം ആഘോഷം എങ്ങനെയുണ്ട്? ഓണം ഇറങ്ങാൻ വേണ്ടി വന്നത് ഇവിടെ നമുക്ക് ബിസിനസ് ഉണ്ട്. ഈ വർഷമാണോ വന്നത്, അല്ലെ നേരത്തെ ഇവിടെ? നമ്മൾ 12 വർഷമായി. ഓണമൊക്കെ ആഘോഷിക്കാറുണ്ട്. എങ്ങനെയുണ്ട് കേരളത്തിൽ ഓണം? സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി. സൈഫുദ്ദീൻ, മലയാളികൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക് മാത്രമല്ല രാജസ്ഥാൻകാരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അവർ പറയുന്നത് ഓണം സൂപ്പറാണ്, കേരളം സൂപ്പറാണ്, കളറാണ് എന്ന് പറയുകയാണ്. വലിയ തിരക്ക് ഒരുപക്ഷെ ഇവിടെ ഈ ചാല മാർക്കറ്റിൽ കാണാം. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ ഇതിലപ്പുറം തിരക്കായിരിക്കും. അവസാന ഘട്ട ഓണത്തിൻ്റെ ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് മലയാളികൾ ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ സർക്കാർ ഓഫീസുകൾക്കൊക്കെ ഇന്ന് അവധിയാണെങ്കിലും അത് മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ആളുകളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് എത്തും. ആ സമയത്തേക്ക് വലിയ തിരക്കാണ്. കുട്ടികളെ ഉൾപ്പെടെ കാണാം. എല്ലാം ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ചേട്ടാ തിരക്കാണ്, എങ്ങനെയുണ്ട് ഓണം? അടിപൊളി ഓണം. അടിപൊളിയാണ്. എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? എങ്ങനെയുണ്ട്, പണമൊക്കെ വിലക്കുറവൊക്കെ ഉണ്ടോ? എല്ലാ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതലാണ്. പൂവൊക്കെ വാങ്ങിച്ചു അല്ലേ? സൈഫുദ്ദീൻ, അധികം ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. കാരണം ഇടയ്ക്ക് ഒരുപാട് വിജിൻ, ഇടയ്ക്ക് സൻസിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്.